കേരളം രണ്ട് സുപ്രധാന തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലാണ്. അടുത്ത 8 മുതൽ 9 മാസത്തിനുള്ളിൽ ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും വരുന്നുണ്ട്. നമ്മൾ ആരും അറിയാതെയും നിശബ്ദമായിട്ടും കേരളത്തിൽ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ട്. അത് എലക്ഷൻ സർവേ എന്ന പേരിലൊക്കെയാണ് അറിയപ്പെടുന്നത്. അവര് നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഫോണിലും നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വ്യക്തി, അതായത് നമ്മുടെ ഉപബോധ മനസ്സെന്നൊക്കെ പറയുന്ന ഒരു മനസ്സ് ചിലർ പറയുന്നേക്കാരോ സബ് കോൺഷ്യസ് മൈൻഡ്, അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പോലും അവർ ചകഞ്ഞെടുക്കുന്നുണ്ട്. ഒരു പക്ഷെ നമ്മളുടെ കൈത്തണ്ടിൽ വെച്ച് നമ്മൾ തോണ്ടുന്ന സാധനം അത് വെച്ചിട്ട് നമ്മൾ ലൈക്ക് ചെയ്യുന്നു, കമന്റ് അടിക്കുന്നു, ഫോളോ ചെയ്യുന്നു, ഫേക്ക്, ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അളക്കുന്നത്. മുൻകാലങ്ങളിൽ വ്യക്തികളോട് പോയിട്ട് നിങ്ങൾ എന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്, അതിനെപ്പറ്റി ചിന്തിക്കുന്നത്, അവിടെ ടിക്കിടുന്നു, ഇവിടെ ടിക്കിടുന്നു, അങ്ങനെയായിരുന്നു സർവേ. ഇന്ന് നമ്മൾ അവർക്ക് നമ്മുടെ അടുത്തൊന്നും വരേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിൽ ഈ സാധനം ഉണ്ട്, നമ്മൾ അതിനനുസരിച്ച് ഇത് എത്രയൊക്കെ നിങ്ങളെ ഒളിപ്പിച്ച് വെക്കാൻ പോയി നോക്കിയാലും നിങ്ങൾക്ക് സാധിക്കില്ല. നിങ്ങളുടെ ജീവിതങ്ങളിൽ വളരെ ആഴത്തിൽ ഇടപെട്ടിരിക്കുകയാണ്. അത് എല്ലാ പാർട്ടിക്കാരും വിടുന്നുണ്ട്. ഒരു 5-10 കൊല്ലം മുമ്പ് കാംബ്രിഡ്ജ് അനലിറ്റിക്ക എന്ന് പറഞ്ഞാൽ ലണ്ടനിലുള്ളൊരു കമ്പനി, അത് ഫേസ്ബുക്ക് ആയിട്ടുള്ള ഒരു ഡീലിനെ പറ്റിയൊക്കെ, അതും ഇന്ത്യൻ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ ഇടപെട്ടു എന്നതിനെ കുറിച്ചും ആ തെരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങളെ പോലും മാറ്റാവും, നിങ്ങളുടെ മനസ്സിനെ മാറ്റാവുന്ന, അതായത് നിങ്ങൾ തെരഞ്ഞെടുക്കുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യണം, അല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്യണം, CPMന് വോട്ട് ചെയ്യണം, നിങ്ങളിങ്ങനെ തോണ്ടുന്നതിലൊക്കെ നിങ്ങൾ അവർക്ക് സന്ദേശം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെ ക്യാപ്ചർ ചെയ്ത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് മുന്നോട്ട് പോകുന്നവരും കാലാകാലത്തോളം അത് അവർക്ക് വളരെ സുഗമമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ തോണ്ടലും നിങ്ങളുടെ കമന്റും നിങ്ങളുടെ ലൈക്കും നിങ്ങൾ കാണുന്നത്, നിങ്ങൾ എത്ര മിനിറ്റാണ് ഈ വീഡിയോ കണ്ടത്, അളക്കാനായിട്ടുള്ള അത്രമാത്രം ഈ ആൽഗോരിതംസും ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ അളക്കുന്നത്. എല്ലാവരും ഉണ്ട്, അത് വലിയ വലിയ കമ്പനിക്കാരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അവർ വിൽക്കും. ഡാറ്റ വിൽപ്പനയാണ് ഇന്ന് ഏറ്റവും വലിയ സംഭവം. നിങ്ങളുടെ എല്ലാ വിവരങ്ങളും, നിങ്ങൾക്ക് വാങ്ങേണ്ട സാധനങ്ങൾ, നിങ്ങൾ രാഷ്ട്രീയം, ഒന്ന് ബിസിനസ്, നിങ്ങൾ എന്താണ് വാങ്ങാൻ പോകുന്നത്, നിങ്ങൾക്ക് നൈക്കിയുടെ ഷൂ വേണോ, എഡിഡാസിന്റെ ഷൂ വേണോ, ഇത് വേണോ, അതാണോ നിങ്ങൾക്ക് ഇഷ്ടം, നിങ്ങളുടെ കൂട്ടുകാർക്ക് മെസ്സേജ് ചെയ്യണം, എടിയേ ഞാൻ ഇന്നലെ നൈക്കിയുടെ ഒരു ഷൂ വാങ്ങി, എന്താ സുഖം എന്ന് പറഞ്ഞത് പോലും അവർ അളക്കുന്നുണ്ട്. നിങ്ങൾ അറിയാതെ അളക്കുന്നുണ്ട്. നിങ്ങൾ അതിന് പൈസയും കൊടുക്കുന്നുണ്ട്, ഫോൺ കമ്പനിക്കും പൈസ കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ ഫോൺ വാങ്ങുന്നതിന് ആ ഇൻസ്ട്രുമെന്റിനും പൈസ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ടിട്ട്, എടിയേ നമ്മുടെ പിണറായി വിജയൻ സൂപ്പർ സ്റ്റാർ, അടിയേ മോഡി ഡബിൾ സൂപ്പർ സ്റ്റാർ, എന്റെ അമ്മേ രാഹുൽ ഗാന്ധി, ഇതൊക്കെ അവർ അളക്കുന്നുണ്ട്. അളന്നിട്ട് നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്ന അവർക്കറിയാം. നിങ്ങൾ പറയാണ്ട് തന്നെ അവർക്കറിയാം നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഡാറ്റ രാഷ്ട്രീയ പാർട്ടികൾക്ക് വിട്ടുകിട്ടുന്നതിന് വേണ്ടി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും കോടികളാണ് ചെലവാക്കുന്നത്. നമ്മുടെ കൊച്ചു കേരളത്തിലെ ഈ കതറിട്ടിട്ട് മതേതരത്വം, പാവം എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഗ്രാമത്തിൽ വരണമുണ്ടല്ലോ, MLA ആവാനും MP ആവാനൊക്കെ, അവനൊക്കെ അവന്റെ തലതൊട്ടപ്പന്മാരാട്ടോ. ഡൽഹിയിൽ നിന്നുള്ളവന്മാരും ഇപ്പൊ CPM പോലെയുള്ള ചെറിയ ലോക്കൽ പരിപാടികളാണെങ്കിൽ ഇത് ഈ കേരളത്തിൽ നിന്നുള്ള കോടി രൂപയാണ് ഇതിനു വേണ്ടി ചെലവാക്കുന്നത്. കാരണം അവർക്ക് സീറ്റ് നിർണ്ണയിക്കണം, സീറ്റുകൾ എത്ര എണ്ണം കിട്ടുന്നു, കാരണം അവസാനം ഭരണം പിടിക്കുക എന്നുള്ളൊരു ഇതിന് വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. സീറ്റ് പിടിക്കുന്നതിനും വേണ്ടിയിട്ട് നിങ്ങളൊക്കെ അളന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പോലും അറിയാണ്ട് നിങ്ങൾ എത്ര മതവിശ്വാസിയും അതും ഇതും, നിങ്ങൾ പറയുന്ന കമ്മ്യൂണിസം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഏതൊക്കെയാണെങ്കിലും നിങ്ങൾ അളന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സെക്കൻഡിലും നിങ്ങൾ അളന്നുകൊണ്ടിരിക്കണം. ഈ സാധനം നിങ്ങൾ എത്ര മണിക്കൂർ സ്ക്രീൻ ടൈം ഒക്കെ നോക്കിക്കോളൂ, നിങ്ങൾ എത്ര മണിക്കൂർ ഇത് സാധനം ഉപയോഗിക്കണമെന്ന്. അപ്പൊക്കെ നിങ്ങൾ അളന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ എന്തുമാത്രം പുഴുക്കളെ പോലെയാണ് മനുഷ്യന്റെ ജീവിതം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കണം. ഒരു വെറും പുഴുവാണ്. അതായത് നിങ്ങൾക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഇത്, അതായത് നിങ്ങൾക്ക് വേണ്ടി അതിന് മാത്രം ഇതുകളിപ്പോ നമ്മൾ ഫേസ്ബുക്കോ ഇൻസ്റ്റാഗ്രാമോ അല്ലെങ്കിൽ എക്സോ ട്വിറ്ററും ഏത് സാധനം എടുത്താലും നിങ്ങൾക്ക് കസ്റ്റം മെയ്ഡാണ്. നിങ്ങളുടെ ഫോണിൽ വരുന്ന സാധനം കസ്റ്റം മെയ്ഡാണ്. നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി അയക്കുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഇതാന്ന് കണ്ടിട്ട്, എന്നിട്ട് ആ ഒരു ലെവലിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. അത് യൂട്യൂബ് ചാനലാണെങ്കിലും എന്തൊക്കെ തന്നെയാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, ഇപ്പൊ ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ക്രിസ്തീയ ഭക്തിഗാനങ്ങളായിരിക്കും പൊന്തി വരാം. അയ്യപ്പന്റെ വിശ്വാസിയാണെങ്കിൽ ശബരിമല ഗാനങ്ങളും ഇത് കേട്ട് പൊന്തി വരും. ഇസ്ലാമിക വിശ്വാസിയാണെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഗാനങ്ങളും സംഭവങ്ങളായിരിക്കും നിങ്ങളുടെ ഫോണിലേക്ക് വരുന്നത്.
നിങ്ങൾ ആലോചിക്കണം എത്രമാത്രം നമ്മൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികളിൽ ഞാനിത് തെരഞ്ഞെടുപ്പായിട്ട് ബന്ധപ്പെട്ട് വരണം. കാരണം ഇപ്പൊ ശക്തമായിട്ട് കേരളത്തില് അവര് ഇത് ചെയ്തിരിക്കുകയാണ്. ഇനി കുറച്ചാൾ കഴിയുമ്പോ കൈരളി ചാനൽ വന്നിട്ട് അവരൊരു ഞങ്ങളും ആ സർവേ കമ്പനിയായിട്ട് ചേർന്നു, മനോരമയുടെ മാമൻകുട്ടി വന്നിട്ട് പറയും ഞങ്ങളും ഈ സർവേ കമ്പനി ആയിട്ടാണ് എന്ന് പറയും. അതിന് കൈരളി ചാനൽ പറയും 140 സീറ്റില് 150 സീറ്റ് പോലും കമ്മ്യൂണിസ്റ്റ് CPM വരുന്നെന്ന് കൈരളി ചാനൽ പറയും. അപ്പൊ നമ്മുടെ അന്തം കമ്മികൾ 140 150 കമ്മ്യൂണിസ്റ്റിനോ എന്ന് പറഞ്ഞ അന്തം കമ്മികൾ ചാടും. അതുപോലെ തന്നെ ജനൻ TV പറയും, മനോരമ പറയും, 24-ലെ നായർ നിന്ന് ചാടിയിട്ട് പറയും ഞങ്ങളുടെ സർവേ കമ്പനി കണ്ടില്ലേ എന്ന് പറഞ്ഞ് പറയും. റിപ്പോർട്ടറിൽ വരും, മീഡിയ വണ്ണിൽ വരും. മീഡിയ വണ്ണിൽ വന്നിട്ട് പറയും കേരളത്തിൽ 140 മുസ്ലിം ലീഗും കോൺഗ്രസും കൊണ്ടുപോകുന്നു മീഡിയ വൺ പറയും. അങ്ങനെ അവര് ഈ ശാസ്ത്രീയമായിട്ട് എടുക്കുന്നതുണ്ട്, അതിൽ വെക്കുന്നവനാണ് നമ്മുടെ മലയാളി ചാനലുകൾ. അതായത് ശാസ്ത്രീയമായിട്ട് സർവേ കമ്പനികൾ ഈ സാധനമൊക്കെ നോക്കിയിട്ട് കൊണ്ടുവരുന്ന സർവേ ഉണ്ടല്ലോ, ആര് ജയിക്കുന്നുള്ളത് അത് കറക്റ്റ് ആയിരിക്കും. കാരണം നിന്റെ എല്ലാം നോക്കിയിട്ട് ഫോൺ ഉപയോഗിക്കാത്തവരാരും ഇല്ല, നീ അറിയാണ്ട് തന്നെ നീ ആർക്കെ വോട്ട് ചെയ്യുന്നത് അവർക്കറിയാം, നിനക്കറിയില്ല. അപ്പൊ മാറ്റി നീ കുത്തില്ല എന്ന് അവർക്കറിയാം. അപ്പൊ അത് വെച്ചിട്ട് ഈ ഒരു റിപ്പോർട്ട് ഈ ചാനലുകൾക്ക് പൈസ കൊടുത്തിട്ടാണ്, കോടികൾ കൊടുത്തിട്ട് ഈ സർവേ ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് അവർ അതിനിടയിൽ നിന്റെ മാനസികമായിട്ടൊരു സൈക്കോളജിക്കൽ മൂവ് നിന്നിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് ആണ് ഈ കൈരളി ചാനൽ പറയാം 140 സീറ്റിലും 150 സീറ്റ് വരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേടും എന്ന് പറയും. ഈ മറ്റേ രാഹുൽ കുട്ടന്റെ പാർട്ടിക്കാർ മനോരമ പിന്നെ ഏതാ വീക്ഷണോ അത് ഇതൊക്കെ ഉണ്ടല്ലോ, അവരിരുന്നിട്ട് പറയും ഇതേപോലെ തന്നെ പറയും. അവര് 150 പറയും, കാരണം അവർക്ക് ആത്മവിശ്വാസം ഒത്തിരി കുറവുണ്ട്. അവർ വല്ല 95 99 വരെ കോൺഗ്രസ് നേടുമെന്ന് പറയും. ജനത്തിന് അത്ര ഉണ്ടോന്ന് എനിക്കറിയില്ല. ജനം ചിലപ്പോ പറയും നമ്മളൊരു 72 സീറ്റ് വാങ്ങി അധികാരത്തിൽ വാങ്ങുന്നതായിരിക്കും. അതായിരിക്കും ഇത്തവണത്തെ ഇലക്ഷൻ സർവേ എന്ന് ഞാൻ നിങ്ങളോട് മുൻകൂട്ടി പറയാൻ ഇതാണ്. അപ്പൊ നിങ്ങളുടെ പിന്നാലെ നിങ്ങളെ അളന്നുകൊണ്ടിരിക്കുന്നുണ്ട്, നിന്റെ നീളവും വീതിയൊക്കെ അളന്നുകൊണ്ട് ഇരിക്കുന്നുണ്ടെന്ന് നീ മനസ്സിലാക്കിക്കോ.